ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്വാതന്ത്ര്യദിനം ഇങ്ങടുത്തു. അന്ന് സ്കൂളിൽ പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഹെയർ ബാൻഡ് ചെയ്തെടുത്താലോ? വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 1 ഇഞ്ച് വീതിയിലുള്ള സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ തീമിലുള്ള വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ അങ്ങനെ 3 കളറിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 1 മീറ്റർ വീതം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 3 കളറും നമ്മൾ 1 മീറ്റർ വീതമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ആദ്യം ഗ്രീന്, അതിന് മുകളിൽ വൈറ്റ്, അതിന് മുകളിലായിട്ട് ഓറഞ്ച്, ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 റിബണും ഇതുപോലെ ഒട്ടിയിട്ട് കിട്ടും. നമ്മുടെ മുടിയൊക്കെ പിന്നെ ഇടുന്ന ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഇതിൽ നിന്നും വലതുവശത്തുള്ള ഗ്രീനിനെ ഇതുപോലെ നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇടതുവശത്ത് നിന്നുള്ള ഓറഞ്ചിനെ ഇതുപോലെ മറ്റ് 2 റിബണുകളുടെ സെൻറ്ററിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വലതുഭാഗത്ത് നിന്ന് വീണ്ടും സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുന്നു. വീണ്ടും ഇടതുവശത്ത് നിന്ന് സെൻറ്ററിലേക്ക്. ആ ഒരു രീതിയിൽ നമ്മൾ നോർമൽ മുടി പിന്നിടുന്ന മെത്തേഡിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മടഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ലൂസായിട്ടാണ് കിട്ടുന്നത്. അത് കുറച്ചിങ്ങനെ മടഞ്ഞ് കഴിഞ്ഞ് ഏകദേശം കുറച്ച് ഭാഗം ആകുമ്പോഴാണ് നമുക്ക് ടൈറ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് കണ്ടില്ല, ഇത് കുറച്ചൊക്കെ ലൂസായിട്ടാണുള്ളത്. അങ്ങനെ നമുക്ക് ഈ റിബണ് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് മടഞ്ഞ് കൊടുക്കാം. ഇതാ നമ്മൾ ഏകദേശം ഇത്ര ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ടൈറ്റായിട്ട് തന്നെ മടഞ്ഞ് കൊടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ നല്ല ടൈറ്റായിട്ട് കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമ്മളിത് ഫുള്ളായിട്ടൊന്ന് മടഞ്ഞ് കൊടുക്കാം. നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അതുപോലെ നമ്മൾ മടഞ്ഞ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സാറ്റിൻ റിബണിൻ്റെ നല്ല വശം, അതായത് റിബണിൻ്റെ ഒരു വശം കുറച്ചുകൂടെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഉണ്ടാകും, അത് ഇതുപോലെ മുകളിലേക്ക് ആക്കിയിട്ട് മടഞ്ഞ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹെയർ ബാൻഡിന് നല്ല ഭംഗി കിട്ടുള്ളൂ. അത് നമ്മൾ മടഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഓരോ റിബണും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഷൈനിങ്ങുള്ള ഭാഗം മുകൾ വശത്തേക്ക് ആക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഫുള്ളും ഇതുപോലെ ഒന്ന് മടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയർ ബാൻഡിന് നമുക്ക് എത്ര നീളത്തിലാണോ ഇത് വേണ്ടത് അതിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഭാഗം ലാസ്റ്റിൽ ഇതുപോലെ ഒന്ന് മടഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലൈറ്റർ വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഉരുക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ റിബണുകൾ തമ്മിൽ അവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ നമ്മുടെ മടഞ്ഞിട്ടത് അഴിഞ്ഞു പോരില്ല. ഏകദേശം 29 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റിൽ മടഞ്ഞിട്ട് ആ ലൂസായിട്ടുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ആ വശവും നമ്മൾ ബാക്കി കൂടെ മടഞ്ഞിട്ടിട്ട് അവിടെ ചൂടാക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡിലും അതുപോലെ അലിഗേറ്റർ ക്ലിപ്പിലും എല്ലാം ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതൊരു ഹെയർ ബാൻഡിലാണ് ഒട്ടിക്കുന്നത്. അതിനായിട്ട് വൈറ്റ് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നമ്മുടെ പ്ലെയിൻ ഹെയർ ബാൻഡിൽ സാറ്റിൻ റിബണ് ചുറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നമ്മളിത് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ നമ്മൾ മടഞ്ഞിട്ട് കൊടുത്തതിൻ്റെ സെൻറ്റർ ഭാഗവും ഇതുപോലെ ഒരു ക്ലിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് നമ്മുടെ B7000 ഗ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്. അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം സമയം അത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യത്തെ ഒരു വശം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മടഞ്ഞിട്ടതൊക്കെ അഴിഞ്ഞ് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ചുറ്റുമായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ 2 വശത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.